കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, എൻ്റെ പേര് ഗായത്രി. ഞാനിവിടെ ലേൺവൈസ് മെന്ററായിട്ട് വർക്ക് ചെയ്യാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുന്നത് നമ്മുടെ MMPC 014 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, നമ്മുടെ MBA സെക്കൻഡ് സെമ്മിലെ MMPC 014 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു എന്താണ് ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം ഇഗ്നോ ഫോക്കസ് നമ്മുടെ ലേൺവൈസിന്റെ 4.0 ആണ്. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ 3 വട്ടം സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ 4th സെഷൻ ആണ്. അപ്പം ഇതില് നമ്മളിപ്പം വന്നിരിക്കുന്നത് MMPC 014 നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് എന്ന് വെച്ചാൽ ഇതിനും ഒരു 2022 തൊട്ട് ഇങ്ങോട്ടുള്ള നമ്മുടെ ഇഗ്നോയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ കെയർഫുള്ളി വാലിഡേറ്റ് ചെയ്തു, നമ്മൾ റിവൈസ് ചെയ്തു. അതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സിലബസ് ബേസ് ചെയ്ത് ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് അതിന്റെ ഏരിയ, അതേപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻറ്റ് ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി ആയിട്ടുള്ളത്, മീഡിയം ഫ്രീക്വൻസി ആയിട്ടുള്ളതെല്ലാം റിലേറ്റ് ചെയ്ത് ആ ഒരു ഹിസ്റ്ററി, നമ്മുടെ എക്സാമിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന നമ്മുടെ ഈ ജൂൺ ടൈം ആൻഡ് എക്സാമിനേഷൻ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നമുക്കിപ്പം ഒരു ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, അല്ലേ? നമുക്കിപ്പോ ഒരു സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. നമ്മൾ സ്മാർട്ടായിട്ട് നിങ്ങൾ കാത്തിരുന്നാണ്. ഇപ്പം നമ്മുടെ എക്സാമിങ് എത്തി, ഇപ്പം നമ്മുടെ ജൂൺ ആയി, നമുക്ക് നമ്മുടെ എക്സാമിന് തൊട്ടടുത്ത് ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പൊ ഒരു ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാല് നമുക്ക് ചിലപ്പം എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. നമുക്കപ്പോ ഒരു സ്മാർട്ട് വർക്കാണ് വേണ്ടത്. അപ്പം അതിൽ നമുക്ക് ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതാണ്, അപ്പൊ അതിനെ കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ മാർക്കിന്റെ ക്രൈറ്റീരിയ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് ഫോക്കസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന് പറയുന്നത്. അപ്പൊ ഈ ഇതില് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതില് നമ്മൾ സിലബസ് മാപ്പിംഗ് നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് ബ്ലോക്ക് വൈസും അല്ലെങ്കിൽ സ്പെസിഫിക് ടോപ്പിക് വൈസും നമുക്കൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് എങ്ങനെ ഹൈ റിലവന്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കണക്ഷൻസ്, അല്ലെങ്കിൽ എത്ര ഇതായിട്ട് റെക്കർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫോമാറ്റ്, ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഫോമാറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സൈഡ് അല്ലെങ്കിൽ മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് അത് എങ്ങനെയാണെന്നുള്ളത്, ഈ റീസെന്റ് എക്സാം ഈ റീസെന്റ് എക്സാംസിൽ വന്നിട്ടുള്ളതിൽ വന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് റെക്കറിംഗ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രിവിഷൻ ഏരിയാസ് ഏതാണ്, ഹൈ ഫ്രീക്വൻസി ഏരിയാസ് ഏതാണെന്ന്, അല്ലെങ്കിൽ ആ റിലേറ്റ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതിനകത്ത് റിവ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇനി വരാൻ പോകുന്ന നമ്മുടെ ടൈം ആൻഡ് എക്സാമിനേഷനിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ റിലവന്റ് ആയിട്ട് ചോദിക്കുന്ന കീ ഏരിയാസ് ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കാസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമ്മളിവിടെ അതിന്റെ ഒരു പ്രഡിക്ഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു പ്രഡിക്റ്റീവ്
ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറും കൂടെ നമ്മൾ എന്താ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കെയർഫുള്ളി ക്രാഫ്റ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഒരു ഫുൾ ലെങ്ത് നമുക്ക് എക്സാമിന് എങ്ങനെയാണോ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ആ അതേ ഫോർമാറ്റിൽ അതേ സീരിയസിൽ അതേ രീതിയിൽ നമ്മൾ ഇതൊരു ഫുൾ ലെങ്ത് എന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം എക്സാമിനോടനുബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെന്താ അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആവുക ചെയ്യും, ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എന്താ അതിന്റെ ഐഡിയൽ ആൻസേഴ്സും അല്ലെങ്കിൽ അതിന്റെ മാർക്കിംഗ് ക്രൈറ്റീരിയസും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പൊ നമ്മുടെ പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്താ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് എന്താണ് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻസി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സിനെ നമ്മൾ എംഫസൈസ് ചെയ്യാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, നമുക്കൊരു സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്മാർട്ട് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുവഴി നമ്മൾ ആ ഏരിയാസ് ഒന്ന് റിവൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളത് എന്താ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് അത് നല്ലപോലെ ആ ഏരിയാസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു ഹൈ സ്കോർ തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ഇനി പോകാൻ പോകുന്നത് നമ്മുടെ സിലബസ് മാപ്പിംഗ്, ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് വൈസ് നമ്മുടെ സിലബസ് മാപ്പിംഗിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോ ബ്ലോക്ക് വൈസും അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ഹൈ, മീഡിയം, ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോറിംഗ് റൂൾസ് ആണ്. ഹൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 അപ്പിയറൻസ് ആണ്, എന്ന് വെച്ചാൽ 10 അതിൽ കൂടുതലോ അപ്പിയറൻസ് വരുന്ന ആ ടോപ്പിക് അല്ലെങ്കിൽ ബ്ലോക്ക് യൂണിറ്റ്സിനെ നമ്മൾ ഹൈ ആയിട്ട് എന്താ കാണിക്കും. അതുപോലെ മീഡിയം എന്ന് പറയുന്നത് 5 to 9 അപ്പിയറൻസ് വരുന്നതിനെ നമ്മൾ മീഡിയം ആയിട്ടും ലെസ് ദാൻ 5നെ നമ്മൾ എന്തായിട്ട് കാണിക്കും, ലോ എന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അതിലാണ് ബ്ലോക്ക് 1. ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 അതിന്റെ ടോപ്പിക് ഫിനാൻഷ്യൽ ഡിസിഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം അല്ലെങ്കിൽ വെൽത്ത് വേഴ്സസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഈ പാസ്റ്റ് ഇഗ്നു എക്സാംസിൽ അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 12 വട്ടമാണ്. അപ്പൊ അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈ ആണ്. പിന്നെ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2 ഫ്യൂച്ചർ വാല്യൂ ആൻഡ് പ്രസന്റ് വാല്യൂ കൺസെപ്റ്റ് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 8 വട്ടമാണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3ലെ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ടൈപ്പ് ആൻഡ് സോഴ്സ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് അത് അപ്പിയറൻസ് 11 ടൈംസ് അതിന് അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഹൈ റിലവൻറ്റ് ആണ്. ദെൻ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 4ലെ വാല്യുവേഷൻ, അത് അപ്രോച്ചസ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് എന്താണ് ഒരു 10 വട്ടം വന്നിട്ടുണ്ട് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ, അതിന്റെ ഹൈ എന്താ റിലവൻസ് ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2ല് യൂണിറ്റ് 5 കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പോണൻസ് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 13 തവണയാണ് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വന്നിട്ടുള്ളത്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും എന്താണ് ഹൈ തന്നെയാണ്. ദെൻ നമ്മുടെ ബ്ലോക്ക് 2ലെ യൂണിറ്റ് 6 ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്, NPV, പേ ബാക്ക് പീരീഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ അത് അതിന്റെ എന്താ അപ്പിയറൻസ് എന്ന് പറയുന്നത് 9 തവണയാണ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ റെലവന്റ് എന്ന് പറയുന്നത് മീഡിയം ആണ്. പിന്നെ ബ്ലോക്ക് 2ലെ യൂണിറ്റ് 7 വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആൻഡ് കമ്പോണൻസ് അത് 7 തവണ വന്നിട്ടുണ്ട്. അതിന്റെ റെലവന്റ് എന്ന് പറയുന്നത് മീഡിയം ആണ്. പിന്നെ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 8 ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് പാർട്ടിസിപ്പൻസ് എന്തൊക്കെയാണ്, മണി മാർക്കറ്റ് എന്താ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് എന്താ 9 തവണ അതിന് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതും എന്താണ് ഒരു മീഡിയം റിലവന്റ് ആണ് ഉള്ളത്. പിന്നെ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 9 സോഴ്സ് ഓഫ് ഫിനാൻസ് എന്താണ് ഇക്വിറ്റി, ഡെപ്റ്റ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പൊ അതൊരു 11 തവണ അതെന്താണ് എന്താ അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. അതിൻ്റെതും റെലവന്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. പിന്നെ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 10 ക്യാപിറ്റൽ സ്ട്രക്ചർ അതിന്റെ ഡിറ്റർമിനൻസും കൺസെപ്റ്റും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 10 തവണയാണ് വന്നിട്ടുള്ളത്. അതും എന്താണ് ഹൈ റെലവൻസി ഉള്ളതാണ്. ദെൻ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 1
യൂണിറ്റ് 11 ലിവറേജ്, ഫിനാൻഷ്യൽ അതിന്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അത് 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു ലോ റിലവന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഡിവിഡൻഡ് തിയറീസ്, അതായത് ട്രഡീഷണൽ, വാൾട്ടർ, ജോർദൻ, മോഡി ഗ്ലാനി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊരു 8 തവണ അപ്പിയറൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതൊരു മീഡിയം റേഞ്ചിലാണ്, ഫ്രീക്വൻസിയിലാണ് ഉള്ളത്. ദെൻ ബ്ലോക്ക് 4 13ാമത്തെ യൂണിറ്റില് ഡിവിഡൻഡ് പോളിസീസ് ആൻഡ് ഫാക്ടേഴ്സ്, അതൊരു 9 തവണയാണ് വന്നിട്ടുള്ളത്. അതൊരു മീഡിയം ഫ്രീക്വൻസി ആണുള്ളത്. ദെൻ ബ്ലോക്ക് 5 യൂണിറ്റ് 14 ബിഹേവിയറൽ ഫിനാൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ബയാസസ്, അതൊരു 12 തവണ അപ്പിയർ ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു ഹൈ റെലവൻസി ഉള്ള ഒരു ഏരിയ ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 5 15ാമത്തെ യൂണിറ്റ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ആൻഡ് ബൈബാക്ക് ഓഫ് ഷെയർസ്, അതൊരു 7 തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഏരിയ ആണ്. അതൊരു മീഡിയം റെലവന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ ഇതാണ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ഏരിയ ടോപ്പിക് വെച്ചിട്ട് അതിന്റെ ആ ഒരു അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ഏരിയയും അതേപോലെ തന്നെ അതിന്റെ റിലവന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിൽ ബ്ലോക്ക് 1 എന്ത് ചെയ്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 3 നിന്നും അത് കഴിഞ്ഞ് ബ്ലോക്ക് 2, പിന്നെ ബ്ലോക്ക് 5, പിന്നെ ബ്ലോക്ക് 4, ആ രീതിയിലാണ് എന്ത് ചെയ്യും ഈ പാസ്റ്റ് എക്സാംസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതൊരു ഹീറ്റ് മാപ്പ് സമ്മറിയാണ്. നമ്മുടെ ബ്ലോക്ക് വേഴ്സസ് യൂണിറ്റിന്റെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഡാർക്ക് കളർ കാണിക്കുന്നത് ഹൈ ഫ്രീക്വൻസി ആണ്. അപ്പൊ നമുക്ക് ഇത് നോക്കി തന്നെ നമുക്ക് പിൻ പോയിന്റ് ചെയ്തിട്ട് പറയാം ഏതൊക്കെ ബ്ലോക്കിലെ ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹയർ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളത്. ഇതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഡാർക്ക് കളറാണ് അല്ലെ. ഡാർക്ക് കളർ എന്ന് പറയുമ്പോൾ 3. അപ്പം ഏറ്റവും ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ ടോപ്പിക്സ് ചോദിക്കാനായിട്ട് ഇടയുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 2 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ആണ്. അപ്പൊ അതിനനുസരിച്ച് ഒരു മീഡിയം റേഞ്ച് ആയിരിക്കും. ദെൻ യൂണിറ്റ് 3യും യൂണിറ്റ് 4ഉം ഡാർക്കർ ആണ്. അപ്പൊ അത് ഹൈ ഫ്രീക്വൻസി ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 എന്ന് പറയുന്നത് ഹയർ ഫ്രീക്വൻസി ആണ്, ഡാർക്കർ കളർ ആണ്. അപ്പം അതിലെ ടോപ്പിക്സ് എന്ന് പറയുന്നതായിരിക്കും ഹയർ ഫ്രീക്വൻസി ആയിട്ട് ചോദിക്കാം എന്നുള്ളത്. ദെൻ യൂണിറ്റ് 6ഉം യൂണിറ്റ് 7ഉം മീഡിയം റേഞ്ച് ആണ്. ദെൻ യൂണിറ്റ് 8 ബ്ലോക്ക് 3 യൂണിറ്റ് 8 എന്ന് പറയുന്നതും ഒരു മീഡിയം റേഞ്ച് ആണ്. ദെൻ യൂണിറ്റ് 9 യൂണിറ്റ് 10 ഡാർക്കർ ഷെയ്ഡ് ആണ്. ദാറ്റ് മീൻസ് ഹൈ ഫ്രീക്വൻസി ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ്. ദെൻ യൂണിറ്റ് 11 എന്ന് പറയുന്നത് ഒരു ഏറ്റവും ലൈറ്റർ വേർഷൻ ആണ്. സോ അതൊരു ലോവർ ഫ്രീക്വൻസി ആയിട്ട് ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ദെൻ യൂണിറ്റ് 12ഉം യൂണിറ്റ് 13ഉം എന്ന് വെച്ചാൽ ബ്ലോക്ക് 4 ഒരു മീഡിയം റേഞ്ചിലാണ് ആ 2 യൂണിറ്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. ദെൻ യൂണിറ്റ് 14 ഡാർക്കർ ഷെയ്ഡ് ആണ്, മീൻസ് ഹയർ ഫ്രീക്വൻസി ആയിരിക്കും. ദെൻ യൂണിറ്റ് 15 എന്ന് പറയുന്നത് ഒരു മീഡിയം റേഞ്ച് ആണ്. അപ്പൊ ഇതൊരു ഹീറ്റ് മാപ്പ് ആണ്. അപ്പൊ നമുക്ക് ഇത് നോക്കിയാൽ തന്നെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റും ഏത് ആണ് ഏറ്റവും കൂടുതൽ ഹയർ ഫ്രീക്വൻസി യൂണിറ്റ്സ് എന്നുള്ളത്. ദെൻ നമ്മുടെ ഒരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം, അതേപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എത്ര എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് 4 ടൈപ്പ്
ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന 4 ടൈപ്പാണ് നമുക്ക് എന്താ എസ് എ അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലം, ഷോർട്ട് നോട്ട്സ്, കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ എസ് എ ആണെങ്കിൽ അതിന്റെ ഒരു മാർക്കിംഗ് ആവറേജ് വരിക 15 to 20 മാർക്കാണ് വരിക. അതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് നമ്മളൊരു 400 to 600 വേർഡ്സ് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ഒരു മാക്സിമം എഴുതിയിരിക്കണം, അതിനുള്ളിൽ നമ്മൾ എഴുതിയിരിക്കണം. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം ബേസ് ചെയ്തിട്ട് കാൽക്കുലേഷൻസ് വരുന്ന പ്രോബ്ലം ആയിരിക്കും. അതിന്റെ മാർക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 15 to 20 ആണ്. അത് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യണം നല്ല ആക്യുറേറ്റ് ആയിട്ട്. പ്ലസ് അതിന്റെ നമ്മൾ കാൽക്കുലേഷന് നമുക്ക് എന്താണോ കിട്ടിയത് അതിന്റെ ഒരു ഷോർട്ട് ഇന്റർപ്രിട്ടേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൊടുക്കണം. ഒരു 250 to 300 വേർഡ്സിനുള്ളിൽ നിൽക്കുന്ന ഒരു ഷോർട്ട് ഇന്റർപ്രിട്ടേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ കാൽക്കുലേഷന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എഴുതിയിരിക്കണം. ദെൻ ഷോർട്ട് നോട്ട്സ് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതൊരു 10 to 15 മാർക്ക് അതിന്റെ ഇടയിലായ മാർക്കിംഗ് റേഞ്ചിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. അതൊരു 250 to 350 വേർഡ്സിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ അതിന്റെ ആൻസേഴ്സ് എഴുതാൻ. ദെൻ കേസ് സ്റ്റഡി ചോദിക്കാം. അപ്പൊ അത് 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതെന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അനലിറ്റിക്കൽ റെസ്പോൺസ് ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക, റെസ്പോൺസ് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കേസ് സ്റ്റഡിയിൽ വരുമ്പോൾ നമ്മൾ ആൻസേഴ്സ് ആയിട്ട് എഴുതേണ്ടത്. അതേപോലെ തന്നെ ഈ കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യുക, അതും അതിന്റെ എലോങ് വിത്ത് നമ്മൾ അത് ചെയ്യാം. അത് ഒരു 300 to 400 വേർഡ്സിനുള്ളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എസ് എ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 15 to 20 മാർക്കിന് ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുക, അത് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് വേണം നമ്മൾ എഴുതാൻ. ഒരു 400 to 600 വേർഡ്സിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രയും വരുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ, നമ്മൾ ഒരു വെൽ സ്ട്രക്ചർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിന്റെ ആൻസേഴ്സ് എഴുതാൻ. ഇപ്പം നമ്മൾ കൂടുതലും ഒരു ഇങ്ങനത്തെ എസ് എ അല്ലെങ്കിൽ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വാല്യുവേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ ഒക്കെ കുറിച്ചിട്ട് നമുക്കൊരു തിയറിറ്റിക്കൽ ഡെപ്ത് അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എസ് എ അല്ലെങ്കിൽ തിയറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ക്ലിയർലി അതിന്റെ കൺസെപ്റ്റും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. അതേപോലെ തന്നെ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ എഴുതണം. ദെൻ എന്തെങ്കിലും തിയററ്റിക്കൽ റെലവൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്ത് എഴുതി ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് വേണം നമ്മൾ എന്ത് എസ് എ അല്ലെങ്കിൽ തിയറി ക്വസ്റ്റ്യൻസ് എഴുതാൻ. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടിക്കൽ കാൽക്കുലേഷൻ സ്കില്ലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്റർപ്രിറ്റേറ്റീവ് എബിലിറ്റിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, NPV, പേ ബാക്ക് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, ന്യൂമറിക്കൽ പ്രോബ്ലംസിനകത്ത് വരുന്നുണ്ടാവും. അത് ടിപ്പിക്കലി എന്താണ്, ഒരു 15 to 20 മാർക്കാണ് അതിനും ഉണ്ടാവുക. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ കാൽക്കുലേഷൻ ചെയ്യുകയും വേണം, കൂട്ടത്തിൽ അതിന്റെ ഒരു ബ്രീഫ് ഇന്റർപ്രിട്ടേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിന്റെ കൂടെ എഴുതണം. അപ്പൊ കാൽക്കുലേഷൻ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൂട്ടത്തിൽ എഴുതണം. ഒരു 250 to 300 വേർഡ്സിന് ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ. ദെൻ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു മണി മാർക്കറ്റ് ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസീസിനെ കുറിച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ആ ഒരു ടാർഗറ്റഡ് ആ ഒരു ഫിനാൻഷ്യൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു നോളജ് ആണ് അവരെന്ത് ചെയ്യുക, അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിൽ ടിപ്പിക്കലി ഒരു 10 to 15 മാർക്കിന് ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുക, വരുന്നുണ്ടാവുക. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് ഒരു 250-300 വേർഡ്സിനുള്ളിൽ നമ്മുടെ പോയിന്റ്സ് ഔട്ട്ലൈൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അത് എഴുതാനായിട്ട് ശ്രമിക്കുക. ദെൻ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മളൊരു അനലിറ്റിക്കൽ സ്കിൽ അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് വരുമ്പം അതല്ലെങ്കിൽ അതെങ്ങനെ നമ്മളൊരു പ്രാക്ടിക്കലി ആപ്ലിക്കേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് അബിലിറ്റിയെ ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനായിട്ടാണ് കേസ് സ്റ്റഡി ഫോമാറ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം യൂഷ്വലി അത് എന്താണ്, 20 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 20 മാർക്ക് എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് അസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ന്യൂമറിക്കൽ അനാലിസിസും ഉണ്ടാവും, അതേപോലെ തന്നെ തിയററ്റിക്കൽ രീതിയിലും ഉണ്ടാവും. അപ്പൊ രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്ത് കാണിക്കുകയും വേണം, അതേപോലെ തന്നെ തിയററ്റിക്കലി നമ്മൾ എഴുതുകയും വേണം. ഒരു അറൌണ്ട് 300-400 വേർഡ്സിനുള്ളിൽ, അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, ഒരു 300-400 വേർഡ്സിനുള്ളിൽ എഴുതുക.
പ്ലസ് കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമുക്ക് കേസ് സ്റ്റഡി വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഫോമാറ്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇപ്പം പറഞ്ഞത്. എങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ഉണ്ട്, അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. then നമ്മുടെ മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഇതുവരെ വന്നിട്ടുള്ളതിൽ എന്നുവെച്ചാൽ 2022 ജൂൺ മുതൽ നമ്മൾ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മുടെ ഒരു ബ്ലോക്ക് 1 ജൂൺ 2022 20 മാർക്കിന് ആണ് ചോദിച്ചിട്ടുള്ളത്. 2022 ഡിസംബറിലും 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അങ്ങനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ജൂൺ 2022 മുതൽ ഡിസംബർ 2024 പേപ്പേഴ്സ് വരെ ബേസ് ചെയ്യുമ്പോൾ എന്താണ് ഇഗ്നു കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ബ്ലോക്കിൽ നിന്നും ഒരു 20% വരുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 5 ബ്ലോക്കിൽ നിന്ന് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഇയർലി വെയിറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിന്റെ ഒരു ഇയർലി വെയിറ്റേജ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് എന്ന് പറയുന്നത് ഇപ്പൊ എസ് അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നത് ഒരു 40% ആയിട്ട് കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 40% 2022 തൊട്ട് 2024 വരെ കൺസിസ്റ്റ് ആയിട്ട് ഒരു 40% ചോദിക്കുന്നത് എസ് അല്ലെങ്കിൽ തിയറി പോർഷൻസ് ആണ്. പിന്നെ അടുത്തതൊരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരു 40% എന്താണ് കൺസിസ്റ്റ് ആയിട്ട് ഒരു 40% തന്നെയാണ് ചോദിക്കുന്നുണ്ടാവുക. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഒരു 10% ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്നുള്ളത്. അതേപോലെ കേസ് സ്റ്റഡി എന്ന് പറയുന്നതും ഒരു 10% ആണ്. അപ്പോൾ ടോട്ടൽ 100 ഒരു എസ് എ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു 40%, ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്താണ് 40%, ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് 10%, കേസ് സ്റ്റഡി എന്ന് പറയുന്നത് 10%. ആ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇയർലി ഈ ടൈപ്പ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫോമാറ്റ് ചോദിക്കുന്നത്. ഇനി നമ്മുടെ പാറ്റേൺ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരു സ്റ്റേബിൾ എക്സാം സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഇപ്പം എസ് എ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ്ലി ഡൊമിനേറ്റ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്താണ് എസ് എ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പറഞ്ഞൊരു 40 ടോട്ടൽ മാർക്കിന് ഒരു 40% എസ് എ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ആൻഡ് കേസ് സ്റ്റഡി നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടൊരു 10% കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് രണ്ടും. എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഷോർട്ട് നോട്ട് ആണ് എഴുതുന്നതെങ്കിൽ അതൊരു ക്ലിയർലി നമ്മൾ എഴുതണം. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്താണ് ആ ഒരു ടോപ്പിക്കിനെ ഒരു ഡിവിഡൻഡ് പോളിസി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡിവിഡൻഡ് പോളിസീസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, അല്ലാതെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാരിറ്റി എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ആ ഒരു ഷോർട്ട് നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ടാവണം. ദെൻ എന്താണ് ഇതുവരെ അങ്ങനെ ഒരു ബ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫോമാറ്റിൽ നിന്ന് കൂടുതൽ കുറവ് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ബ്ലോക്കിൽ നിന്നും എല്ലാ ഫോമാറ്റും ഒരു ബാലൻസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ, എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ദെൻ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ടിപ്പിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇനി എക്സാമിലോട്ട് വരുമ്പോൾ നമ്മൾ പഠിച്ചു, നമ്മൾ ഓക്കെ ആണ്, നമ്മളെല്ലാ 5 ബ്ലോക്കും നമ്മളുടെ കാര്യമായിട്ട് ക്ലിയർ ചെയ്തു, നമ്മളെല്ലാം നോക്കി. ബട്ട് നമുക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു നമുക്ക് നമ്മൾ അറിയാവുന്ന ആൻസേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് എഴുതാനായിട്ട്
പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്കൊരു 3 മണിക്കൂറായിരിക്കും നമുക്കൊരു ടൈം ഉണ്ടാവുക. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്കൊരു 3 മണിക്കൂറായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിനനുസരിച്ചൊരു ടൈം മാനേജ്മെന്റ് സെറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ആൻസേഴ്സ് അത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 10-30 മിനിറ്റ് വെച്ചോണ്ടിരുന്നാൽ നമുക്ക് വരുന്ന ആൻസേഴ്സ് ഒന്നും എഴുതാനായിട്ട് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും എഴുതാനായിട്ട് പറ്റിയെന്ന് വരില്ല. സോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു 3 മണിക്കൂറായിട്ടുള്ള ഒരു എക്സാമിന് 100 മാർക്കിന്റെ ഒരു 3 മണിക്കൂർ എക്സാമിന് നമ്മൾ എങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കുന്നത്. അതിൽ എസ്സേ അല്ലെങ്കിൽ തിയറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 72 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. എന്നുവെച്ചാൽ ഒരു 18 മിനിറ്റ് എന്ത് ചെയ്യുക പെർ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ, ഒരു ക്വസ്റ്റ്യന് 18 മിനിറ്റ് എന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ എസ്സേയെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളത് കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ ആൻസേഴ്സ് എഴുതുക, ക്ലിയർലി ആ കോംപ്രഹെൻസീവ് രീതിയിൽ നമ്മൾ ആൻസേഴ്സ് എഴുതി പോവാം. ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരികയാണെങ്കിലും നമ്മൾ എന്താ ഒരു അറൌണ്ട് ഒരു 72 മിനിറ്റ്സ് എന്ത് ചെയ്യുക, 70-75 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ പെർ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഒരു 18 മിനിറ്റ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാനും അതിന് നമുക്ക് ഒരു ഷോർട്ട് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് പറ്റും. ദെൻ ഷോർട്ട് നോട്ട് ആണെങ്കിൽ ഒരു എബൌട്ട് ഒരു 18 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പൊ അതിനൊരു പ്രിസൈസ് ആയിട്ട് അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും കീ പോയിന്റ്സും എല്ലാം നമുക്ക് എഴുതാനായിട്ട് ഒരു 18 മിനിറ്റ് തന്നെ ധാരാളമായിരിക്കും. പിന്നെ കേസ് സ്റ്റഡി എന്ന് പറയുന്നതും ഒരു 18 മിനിറ്റ് അതിനുവേണ്ടി മാറ്റി വെക്കാം. അപ്പൊ ഒരു ക്വിക്ക് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുക, കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് 18 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു 100 മാർക്കിന്റെ ഒരു 3 മണിക്കൂർ ക്വസ്റ്റ്യൻ എക്സാം വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്ത ആക്യുറേറ്റ് ആയിട്ട് ഇത്രയും വേണം എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു അപ്രോക്സിമേറ്റ് ഇത്രയും രീതിയിൽ നമ്മളൊന്ന് ടൈം മാനേജ്മെന്റ് ചെയ്താൽ നമുക്കൊരു ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് നമുക്ക് എന്ത് കിട്ടും, ഒരു റിസർവ് ആയിട്ട് നമുക്ക് കിട്ടും. അതെന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആയിട്ടാണ്, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്, നമ്മൾ ആൻസേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ടോ അതൊക്കെ ഒന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ നമ്മൾ എഴുതിയേക്കുന്ന ആൻസേഴ്സും അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്തപ്പം കിട്ടിയ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ എഴുതിയതും എല്ലാം ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, റിവൈസ് ചെയ്യാനായിട്ട് ഈ ലാസ്റ്റ് 10-15 മിനിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ടൈം മാനേജ്മെന്റ് ചെയ്യാനായിട്ട്. ദെൻ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്, ഒരു ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനിയിപ്പം നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ ആൻഡ് ഡിസ്കസ് അപ്രോച്ചസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതൊരു 5 തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടെന്ന് പറയുന്നത് വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, ഡിസ്കസ് ഈസ് കമ്പ്യൂട്ടേഷൻ മെത്തേഡ്. അതൊരു 5 വട്ടം അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഫ്യൂച്ചർ വാല്യൂ ആൻഡ് ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രോം പ്രസന്റ് വാല്യൂ. അതൊരു 4 തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡിസ്കസ് ദ കൺസെപ്റ്റ് ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതൊരു 4 വട്ടം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then what is behavioral finance? Discuss biases affecting investment decision. അതൊരു 4 വട്ടം അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. Then why is valuation needed? Describe various business valuation approaches. ഈ ഒരു ക്വസ്റ്റ്യൻ 4 വട്ടം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. Then explain significance and method of investment appraisal. NPV, payback, PI. അതൊരു 4 തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഡിസ്കസ് ഇക്വിറ്റി വേഴ്സസ് ഡെറ്റ് ക്യാപിറ്റൽ വിത്ത് ദെയർ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഇതും ഒരു 3 തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ആൻഡ് കമ്പോണന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതൊരു 3 തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മണി മാർക്കറ്റ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ആൻഡ് പാർട്ടിസിപ്പൻസ്. ഇതും ഒരു 3 തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അത് നമ്മൾ ഒരു ബ്ലോക്ക് വൈസിൽ
പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ പറഞ്ഞത്, ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. അതൊരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കിനാണ് അത് വന്നിട്ടുള്ളത്. നമ്മൾ രണ്ടാമത് പറഞ്ഞ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിന്റെ ക്വസ്റ്റ്യൻ അത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. അത് 5 വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. ദെൻ മൂന്നാമത് നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ ആൻഡ് അതിന്റെ പ്രസന്റ് വാല്യൂന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അതൊരു ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്. അതിന്റെ ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡിറ്റർമിനൻസും കമ്പോണൻസിനും ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അത് ബ്ലോക്ക് 3 യൂണിറ്റ് 10 ആണ്. അതും 4 തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതും ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. ദെൻ നമ്മുടെ ബിഹേവിയറൽ ഫിനാൻസ് എന്താന്നുള്ളതും അതിന്റെ ബയാസസ് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് യൂണിറ്റ് 14 ആണ്. 4 വട്ടം ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനും ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ്. പിന്നെ എന്താണ് ഒരു വാല്യുവേഷൻ നീഡഡ് ആയിട്ടുള്ളത്, അപ്പൊ നമ്മുടെ വേരിയസ് ആയിട്ടുള്ള ബിസിനസ് വാല്യുവേഷൻ അപ്രോച്ചസ് ചെയ്തെന്നുള്ളത് യൂണിറ്റ് 4 എന്താണ് യൂണിറ്റ് 4 നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അത് 4 വട്ടം ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ നമ്മുടെ NPV പേ ബാക്കിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് യൂണിറ്റ് 6 ക്വസ്റ്റ്യൻ ആണ്. അത് എന്താണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ നമ്മുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഡെബിറ്റ് ക്യാപിറ്റലിനെ ഡിഫറൻസിയേറ്റ് ചെയ്യാൻ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് അത് യൂണിറ്റ് 9 ആണ് ബ്ലോക്ക് 3 അത് 3 തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസും സിഗ്നിഫിക്കൻസും എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് അത് യൂണിറ്റ് 7 ആണ്. അത് 3 തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 20 മാർക്കാണ്. പിന്നെ മണി മാർക്കറ്റ് എന്താണെന്നുള്ളതും അതിന്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 നിന്ന് വന്നതാണ്. അത് 3 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് 20 മാർക്കാണ് അതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മളൊരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഒരു ടൈം പ്രാക്ടീസ് നമ്മൾ ഉണ്ടായിരിക്കണം അല്ലെ. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ടൈം ഒരു കണ്ടീഷൻസ് വെക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ അത് ഫുള്ളൊന്ന് ഒരു 5 മിനിറ്റ് നമ്മൾ എടുക്കുക. അതിൽ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ഒരു 2 തവണ ഏറ്റവും കുറഞ്ഞ ഒരു 2-3 തവണ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് കീ പോയിന്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് വെക്കുക. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് 1-2 അതിന്റെ ആൻസേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഓർത്തെടുക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അത് ഒന്നുകൂടെ വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് 1-2 പോയിന്റ്സും കൂടെ ആഡ് ചെയ്യാൻ കിട്ടും. പിന്നെയും നമ്മൾ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഒരു 1-2 തവണ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്നുള്ളതും ആ ഒരു കീ പോയിന്റ്സ് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഔട്ട്ലൈൻ ചെയ്യുക. ദെൻ അതെന്ത് ചെയ്യുക, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 18 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ആൻസേഴ്സ് എഴുതാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ ഒരു വെൽ സ്ട്രക്ചേർഡ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ആൻസേഴ്സ് ഇപ്പൊ 20 മാർക്കിനാണ് അല്ലെങ്കിൽ ഒരു 15 മാർക്കിനാണെങ്കിൽ പോലും ഒരു 5 മാർക്കിന് മുകളിലോട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ക്ലിയർലി നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ദെൻ ഒരു ബോഡി, ആ ക്വസ്റ്റ്യൻ എന്താണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് ബോഡിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ നമുക്ക് എക്സാമ്പിൾസ് ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, നമുക്ക് ആ ഒരു ആൻസറിനെ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ദെൻ ന്യൂമറിക്കലായിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ അതും എന്ത് ചെയ്യുക, അതിനകത്ത് ആഡ് ചെയ്യുക. ദെൻ കൺക്ലൂഷൻ കൊടുക്കുക. അത് എന്താണ്, കൺക്ലൂഷൻ ആണെന്നുള്ള രീതിയിൽ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, ദെൻ ബോഡി, പിന്നെ കൺക്ലൂഷൻ. ആ ഒരു വെൽ സ്ട്രക്ചേർഡ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആൻസേഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഇപ്പം ഒരു ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഇപ്പൊ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ കുറിച്ചിട്ട് എഴുതുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക, ആ ടോപ്പിക്കിൽ തന്നെ ഇപ്പൊ 20 മാർക്കിനാണ് ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം എഴുതാതെ അതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യുക. വേറെ ഇപ്പം നമ്മളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ചോദിക്കുന്നെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റും അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, അതിലൂടെ ലിങ്ക് ചെയ്ത് അതിന് റെലവെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആൻസേഴ്സ്, നമുക്കൊരു വൈഡ് നോളജ് ഉണ്ടാകുന്നുള്ളതും നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം അത് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. നമ്മളത് അതിന് മാത്രം ആൻസർ എഴുതാതെ ഒരു ആൻസർ ഷീറ്റ് നോക്കുന്ന ഒരാൾക്ക് നമുക്ക് മനസ്സിലാവണം ആൾക്കൊരു വൈഡ് റേഞ്ച് ഓഫ് നോളജ് ഇതിലുണ്ട് എന്നുള്ളത്
നമുക്കൊരു തോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അവിടെ മാർക്കിംഗ് കൂടാനായിട്ട് സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മളൊരു എന്താ ഒരു ക്രോസ് റെഫറൻസിങ് കൺസെപ്റ്റ് ഒക്കെ വെക്കുന്നത് നമ്മുടെ ആൻസേഴ്സിൽ വെക്കുന്നത് എന്തായിരിക്കും ഏറ്റവും നല്ല ഒരു കാര്യമാണ്, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മുടെ നേരത്തെ എന്താണ് നമ്മൾ പറഞ്ഞ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് അതിന്റെ ഒരു പെർസെന്റേജ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ദെൻ നമ്മുടെ പ്രോബബിലിറ്റി മാട്രിക്സ് ഓഫ് MMPC 04 എന്ന് വെച്ചാൽ ഒരു പ്രഡിക്ഷൻ അനാലിസിസ് അല്ലെങ്കിൽ ടോപ്പിക് പ്രോബബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ പ്രോബബിലിറ്റി നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അപ്പിയറൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേപ്പേഴ്സ് ഇൻറ്റു 100. എത്ര തവണ ആ ഒരു ക്വസ്റ്റ്യൻ അപ്പിയറൻസ് ചെയ്ത് വന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പേപ്പേഴ്സ് നമ്മൾ നോക്കുന്നു ഇൻറ്റു 100. അതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് പറയുന്നത് യൂണിറ്റ് 1 ഫിനാൻസ് ഫംഗ്ഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ ടോപ്പിക്കില് 100% പ്രോബബിലിറ്റി ആണുള്ളത്. എന്ന് വെച്ചാൽ അത് ഹൈ കാറ്റഗറിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഉള്ളത്. അത് 100% ആയിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 വാല്യുവേഷൻ ആൻഡ് അപ്രോച്ചസ്, അതൊരു 80% പ്രോബബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതും എന്താണ് ഹൈ കാറ്റഗറിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അത് 100% പ്രോബബിലിറ്റി ആണുള്ളത്. അത് മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ തന്നെ ആയിരിക്കും. അതും ഹൈ കാറ്റഗറിക്കകത്താണ് ഉള്ളത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്, അത് എന്താണ് ഒരു 80% പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതും ഹൈ കാറ്റഗറിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഇക്വിറ്റി വേഴ്സസ് ഡെറ്റ് ക്യാപിറ്റൽ, അതൊരു 60% അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഒരു മീഡിയം കാറ്റഗറിയാണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ക്യാപിറ്റൽ സ്ട്രക്ചർ, അതൊരു 80% പ്രോബബിലിറ്റി ആണ്. അതും ഹൈ കാറ്റഗറിയിൽ തന്നെയാണ്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഡിവിഡൻഡ് പോളിസീസ് ആൻഡ് ഡിസിഷൻസ്, അതൊരു 60% അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഒരു മീഡിയം കാറ്റഗറിയാണ്. ദെൻ ബ്ലോക്ക് 5 യൂണിറ്റ് 14 ബിഹേവിയറൽ ഫിനാൻസ്, അതൊരു 80% പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഹൈ എന്താണ് കാറ്റഗറിയിലാണ് ഉള്ളത്. പിന്നെ ബ്ലോക്ക് 5 യൂണിറ്റ് 15 ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്, അതൊരു 40% പ്രോബബിലിറ്റി ആണുള്ളത്. അതൊരു മീഡിയം കാറ്റഗറിയിലാണ് ഉള്ളത്. അപ്പം ഇതിൽ നമ്മൾ കണ്ടു അല്ലെ, ഓരോ ഫുഡ് നോട്ട് കൊടുത്തിട്ടുണ്ട് കാറ്റഗറിയുടെ ഉള്ളിൽ. അപ്പൊ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഒന്നെന്ന് പറയുന്നത് നമ്മൾ എന്താണ് എല്ലാ റിലവന്റ് പേർപ്പേഴ്സും എന്ത് ചെയ്യുക, ഓൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, റിലവന്റ് പേർപ്പേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്യുക. പിന്നെ ഒരു ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന എന്ന് വെച്ചാൽ ഒരു ടോപ്പിക് ആണ് എന്ത് രണ്ടെന്ന് പറയുന്നത്. കാരണം ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ 4 വട്ടവും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടോപ്പിക് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എല്ലാ എക്സാമിനേഷൻ സെക്ഷൻസിലും കൺസിസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ ഫുട് നോട്ട് 3 ഉള്ളത്. പിന്നെ ദെൻ ഹൈ റെക്കറൻസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ റിലേറ്റഡ് ന്യൂമറിക്കൽ പ്രോബ്ലം. അപ്പൊ ഹൈ റെക്കറൻസ് വന്നിട്ടുള്ള ഏരിയാസ് ആണ് നമ്മുടെ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് ഹൈ ആയിട്ട് റെക്കർ ചെയ്ത് വന്നിട്ടുള്ളതാണ്. ദെൻ ഇമ്പോർട്ടന്റ് തിയററ്റിക്കൽ കമ്പാരിസൺ, അതൊരു 5 എക്സാംസിൽ ഒരു 3 വട്ടവും ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ തിയററ്റിക്കൽ കമ്പാരിസൺ പോലുള്ളത്. പിന്നെ നമ്മുടെ റെഗുലർ ഇൻക്ലൂഷൻ ഇൻ തിയറി സെക്ഷൻസ്, അതൊരു 5 എക്സാമിൽ ഒരു 4 വട്ടവും ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ മീഡിയം വെയിറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു മീഡിയം റേഞ്ച് ക്വസ്റ്റ്യൻസും
എന്ത് ചെയ്തിട്ടുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മുടെ മോഡേൺ ഫിനാൻസ് ഡിസ്കഷൻ, അതൊരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ 4 വട്ടവും റെഗുലർലി വന്നിട്ടുള്ളതാണ്. ദെൻ എമർജിങ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റീസെന്റ് ഗ്രോത്ത്, അതാണ് കൂടുതലും പിന്നെ എന്ത് ചെയ്യാൻ നമുക്ക് വരുന്നതെന്നുള്ളത്. അപ്പൊ നമ്മൾ നമുക്കൊരു സ്റ്റഡി നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ലിസ്റ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഹൈ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഏരിയാസ് ആണ് എന്ന് വെച്ചാൽ ഒരു 70% അതിൽ കൂടുതലും നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഫിനാൻസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വാല്യുവേഷൻ, ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോപ്പിക് ഒക്കെ എന്താണ്, ഫ്രീക്വന്റ് ആയിട്ട് എസ്എ അതേപോലെ കാര്യങ്ങളും എല്ലാം ചോദിക്കുന്ന, ഫ്രീക്വന്റ് ആയിട്ട് ഒരു 70% മുകളിൽ ഹൈ പ്രയോറിറ്റി ഉള്ള ഏരിയാസ് ആണ്, ടോപ്പിക് ആണ്. അപ്പം ഇത് ഏറ്റവും നല്ലതുപോലെ മാക്സിമം നല്ലതുപോലെ പഠിക്കാം. പിന്നെ ഒരു മീഡിയം പ്രയോറിറ്റി, ഒരു 40 to 69% ചോദിക്കുന്നതാണ് ഇക്വിറ്റി വേഴ്സസ് ഡെപ്റ്റ്, അതുപോലെ ഡിവിഡൻഡ് പോളിസി, ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് എന്നുള്ളത്. അപ്പൊ ഇതൊരു നമ്മൾ ഒരു ബുള്ളറ്റ് നോട്ട് പോലെ എന്ത് ചെയ്യാം, നമ്മളത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിന്റെ കൺസെപ്റ്റ് എന്താണ്, അത് എന്താണെന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക, കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ദെൻ ലോ പ്രയോറിറ്റി എന്ന് പറയുന്നത് 40%-നും താഴെയുള്ളത്. അതെന്ത് ചെയ്യുക, ഇതിനും മുകളിൽ ഈ മീഡിയം പ്രയോറിറ്റി ഹൈ പ്രയോറിറ്റിയിൽ ഇല്ലാത്ത ടോപ്പിക്സ് ആണ് ലോ പ്രയോറിറ്റിയിൽ ഉണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് റിവിഷൻ നോട്ട് പോലെ സെറ്റ് ചെയ്യുക. ദെൻ അതൊന്ന് ഓവർവ്യൂ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് അതിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻസ് ഫംഗ്ഷൻ ആൻഡ് ഡിസിഷൻസ്, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വാല്യുവേഷൻ ആൻഡ് ബിഹേവിയറൽ ഫിനാൻസ് ആണ് കേട്ടോ. ദെൻ അതിന്റെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു മോർ ദാൻ 70% വരുന്നത് ഒരു എന്താണ് ഗ്രീൻ ആണ് കാണിക്കുന്നത്. പിന്നെ 40 to 69 കാണിക്കുന്നത് ഒരു ഓറഞ്ച്, ഇതും റെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 40 ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിരിക്കും ഉണ്ടാവുക, ഓറഞ്ച് എന്ന് പറയുമ്പോൾ മീഡിയം, ദെൻ റെഡ് എന്ന് പറയുന്നത് ലോ. ഇനി നമ്മൾ എന്താണ് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പൊ നമ്മളിനി എന്താണ് ഇതെല്ലാം നമ്മൾ നോക്കി നമ്മുടെ ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക് ആണ് ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ലോ പ്രയോറിറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ നോക്കിയില്ലേ. ഇനി നമുക്ക് അതിന്റെ ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് MMBC 014 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 3 മണിക്കൂറാണ്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100. അതിൽ അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്, ഡിസ്കസ് ദ നേച്ചർ ആൻഡ് റോൾ ഓഫ് finance function in modern organization. Explain the major financial decisions a finance manager undertakes to maximize shareholders' wealth. Illustrate with suitable examples. അപ്പം ഇത് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ആയിട്ടുള്ള നമ്മുടെ നേച്ചർ ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻസിൽ ഇതിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ഇതിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു ഫിനാൻസ് ഫംഗ്ഷൻ, ഒരു മോഡേൺ ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ ഫംഗ്ഷന്റെ റോൾ അല്ലെങ്കിൽ നേച്ചർ എന്നുള്ളത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഒരു ഫാസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ദെൻ ബോഡി എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ ഉള്ളത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ എഴുതുക, ദെൻ ഒരു കൺക്ലൂഷൻ രീതിയിൽ കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നതും 20 മാർക്കിനാണ്. ABC Limited is planning to issue equity share to raise ₹1 crore. The market price per share is ₹50 and expected dividend next year is ₹4. If dividends are expected to grow at 5% annually, calculate the cost of equity capital using dividend growth model and explain its significance. ഇത് നമ്മുടെ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5 കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതൊരു ആ രീതിയിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആ ന്യൂമറിക്കൽ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എന്താ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഒരു 200 to 350 റേഞ്ച് ഇതിലൊരു വേർഡ്സിൽ നമ്മൾ എന്താ ഷോർട്ട് ഇന്റർപ്രിട്ടേഷനും കൂടെ എഴുതാം. ദെൻ ക്വസ്റ്റ്യൻ 3 എന്ന് പറയുന്നതും 20 മാർക്ക്. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻറ്റ് ഓഫ് ഫ്യൂച്ചർ വാല്യൂ ആൻഡ് പ്രസന്റ് വാല്യൂ കൺസെപ്റ്റ് ഇൻ ഫിനാൻഷ്യൽ ഡിസിഷൻ
using numerical examples demonstrate how future value and present value differ when computing annually and semi-annually at a 10% interest rate of initial investment of rupees 10,000 over 3 years. ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടൈം വാല്യൂ ഓഫ് മണിയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. ഓക്കെ, ഇതും ന്യൂമറിക്കൽ എക്സാമ്പിൾസ് വെച്ചിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Then question number 4 is XYZ Corporation has two mutually exclusive investment projects, each requiring an initial investment of rupees 5 lakh. The expected cash flow for 5 years rupees are follows. അതിൽ നമ്മുടെ എന്താണ് പ്രോജക്ട് എക്സിന്റെയും പ്രോജക്ട് വൈവിന്റെയും എന്താണ് എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോ ഒരു 5 വർഷത്തത് കൊടുത്തിട്ടുണ്ട്. യൂസിങ് NPV ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 12% ഡിറ്റർമൈൻ വിച്ച് പ്രോജക്ട് XYZ കോർപ്പറേഷൻ ഷുഡ് ചൂസ്. ഇത് നമ്മുടെ എന്താണ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡുമാണ്. ഇതും എന്താണ് നമ്മുടെ NPV പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇതും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉള്ളത്. അപ്പൊ നമ്മൾ എന്തായി കാൽക്കുലേറ്റ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനും കൂടെ നമ്മൾ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഏതാണ് ചൂസ് ചെയ്തത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. Then question number 5, define behavioral finance and discuss its significance in investment decision making. Explain in detail any 4 cognitive biases that typically influence investors behavior, providing relevant examples. ഇത് ബ്ലോക്ക് 5 യൂണിറ്റ് 40 behavioral finance നിന്ന് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ question number 6, describe the concept of capital structure, highlight its determinants by using an example of hypothetical company choosing between equity and debt financing, considering aspects such as tax advantage, flexibility and market conditions. ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 10 ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then question number 7, explain why valuation is essential in financial market, describing the income approach and the market approach of business valuation, providing suitable example for each method. So ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 വാലുവേഷൻ അപ്രോച്ചസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. Then question number 8, what is dividend policy and why it is important for a firm? Briefly explain the resident dividend policy and stable dividend policy. ABC Limited has rupees 10 lakh earning available to shareholders. If the firm maintain a stable payout ratio of 40%, how much dividend will be distributed? ഇത് ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഡിവിഡൻഡ് പോളിസീസ് ഉള്ള ആ ഒരു യൂണിറ്റിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് ഫുള്ളി നമ്മൾ ക്വസ്റ്റ്യൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒന്ന് ഡിവിഡൻഡ് പോളിസി എന്താണെന്നുള്ളത്, അതിന്റെ ഇമ്പോർട്ടൻസ് ഒരു ഫോമില്. ദെൻ എന്താണ് ഒരു റെസിഡൻഷ്യൽ ഡിവിഡൻഡ് പോളിസി, അതുപോലെ തന്നെ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്താണെന്നുള്ളതും, ദെൻ നമ്മുടെ ഡിവിഡൻഡ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അത് അതിനനുസരിച്ച് നോക്കി ഓരോന്നിനും ആയിട്ടുള്ള രീതിയിൽ എഴുതാം. Then question number 9 എന്ന് പറയുന്നത് discuss equity and debt capital as source of long-term finance. Explain their advantage and disadvantage clearly. Suppose a firm need rupees 50 lakh and must choose between equity and debt. Suggest which might be preferable under varying economic condition. ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 9 സോഴ്സ് ഓഫ് ഫിനാൻസിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then question number 10 എന്ന് പറയുന്നത് define financial restructuring and its significance. ABC Limited is considering buying back 20,000 shares at rupees 150 each, originally issued at rupees 100. Explain buyback implications for the company's shareholders and financial structure according to the Companies Act 2013 provision. ഇത് ബ്ലോക്ക് 5 യൂണിറ്റ് 15 ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിംഗ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 11, what is working capital and why it's important? Discuss its key components. XYZ Limited has current asset worth rupees 40 lakh and current liability of rupees 25 lakh. Compute the working capital ratio and interpret the result. ഇതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് എഴുതുക, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് എഴുതുക, അതിന്റെ കീ കമ്പോണൻസ് ഉള്ളത് എന്താണെന്നുള്ളത് എഴുതുക, പിന്നെ അതിന്റെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്താണെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 7 മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Then question number 12, explain the concept and the significance of money market in India. Discuss key participation in the
മണി മാർക്കറ്റ് ആൻഡ് ദെയർ റോൾസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കൊരു 12 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ ക്വസ്റ്റ്യൻസിൽ നിന്നും എന്താണ് ഒരു അറ്റംപ്റ്റ് ഇനി 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും മാക്സിമം നല്ലപോലെ അറിയാം. കാരണം നമ്മൾ ഹൈ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ അതത്ര നല്ലപോലെ ഫോക്കസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മുടെ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, പ്രയോറിറ്റി ടോപ്പിക് ലിസ്റ്റ് എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് നോക്കുക. ദെൻ അത് വെച്ചിട്ട് നല്ലതുപോലെ വർക്ക് ചെയ്യുക. നമുക്ക് ഇപ്പം വേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. നമ്മൾ സ്മാർട്ട് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ടൈം വെച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്യുക, മാനേജ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനും എക്സാം എളുപ്പമായിട്ട് എഴുതാനും പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ് ഓൾ. ഓക്കെ.